കൊറിയർ ഫ്രാഞ്ചൈസിയുടെ പേരിൽ വൻ തട്ടിപ്പ്. സംസ്ഥാന വ്യാപകമായി തട്ടിപ്പിന് ഇരയായത് 100-ലധികം മനുഷ്യർ. ഈസ്റ്റ് വേ കൊറിയർ എന്ന സ്ഥാപനമാണ് ഫ്രാഞ്ചൈസി നൽകാമെന്ന പേരിൽ വലിയൊരു തട്ടിപ്പ് കേരളത്തിൽ നടത്തിയിരിക്കുന്നത്. 16 കോടി രൂപയിലധികം സംസ്ഥാന വ്യാപകമായി ഇവർ തട്ടിയെടുത്തുവെന്നാണ് ഇപ്പോഴുള്ള കണ്ടെത്തൽ. 24 ബിഗ് ബ്രേക്കിംഗ്. അതായത് 1 ലക്ഷം രൂപ കൊടുത്താൽ ഏരിയ ഫ്രാഞ്ചൈസി, അതായത് ഒരു പിൻകോഡിലും 5 ലക്ഷം രൂപ കൊടുത്താൽ ഒരു ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി, അതായത് 10 പിൻകോഡ് വരെ കൊടുത്താൽ ഏരിയ ഫ്രാഞ്ചൈസിക്ക് ഒരു മാസം 3 ലക്ഷവും ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസിക്ക് 25 ലക്ഷം വരെ വരുമാനം ഉണ്ട് എന്ന് ഓഫർ ചെയ്തിട്ടാണ് ഇവർ ഈ പരസ്യം കൊടുക്കുന്നത്. അങ്ങനെ നെറ്റിൽ നോക്കിയപ്പോഴാണ് ഇവർക്ക് ഇത്രയും വലിയ കമ്പനിക്ക് ഒരു GST രജിസ്ട്രേഷൻ ഇല്ല എന്നും ഈ ആസാം, ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ കുറേ പൂട്ടിക്കിടക്കുന്ന സ്ഥാപനങ്ങളുടെ മുന്നിൽ ബോർഡ് വെച്ചിട്ട് ആ ഫോട്ടോകളാണ് ഇവർ ഫ്രാഞ്ചൈസിയെ കാണിക്കുന്നത്. അതിൽ ഒരു നമ്പർ പോലും ഇല്ല. ഇത് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ വഴിയാണ് ഒരുപാട് ആളുകൾ ഇതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ഈ ലിങ്ക് ത്രൂ ഇവർ ഫോൺ നമ്പർ എടുത്ത് പല ആളുകളെയും വിളിച്ച് ഇതിലേക്ക് കൺവിൻസ് ചെയ്തതാണ്, ഇതിലേക്ക് ചേർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ആസാം, നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ ഹെഡായിട്ടുള്ള ആളുകൾ. ഈ കേരളത്തിൽ ഇപ്പോൾ മലയാളികളായിട്ടുള്ള കുറേ സ്റ്റാഫുകളെ വെച്ചിട്ട് കൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് ഇവർ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ തത്സമയം ചേരുന്നു. ശ്യാം, വലിയൊരു തട്ടിപ്പാണല്ലോ ഫ്രാഞ്ചൈസിയുടെ പേരിൽ അരങ്ങേറിയിരിക്കുന്നത്. എപ്പോഴാണിത് പോലീസിന് മനസ്സിലായത്? SKN, ഒരുപക്ഷെ പോലീസ് കുറച്ചുകൂടി ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ ഈ തട്ടിപ്പ് കഴിഞ്ഞ ജൂലൈയിൽ തന്നെ അവസാനിക്കേണ്ടതായിരുന്നു. കാരണം നമ്മളോട് ഈ വാർത്തയിൽ ആദ്യം സംസാരിച്ച അഭിഭാഷകനായ ശ്രീകാന്ത് അവിടെ ഫ്രാഞ്ചൈസി എടുക്കാൻ ചെല്ലുകയും തട്ടിപ്പ് മനസ്സിലായി പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. അന്ന് പോലീസ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമകളെ വിളിച്ചു വരുത്തി അവരുടെ രേഖകൾ ശേഖരിച്ച് വെക്കുക മാത്രമാണ് ചെയ്തത്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ 100-ലധികം പേരുടെ പണം അവരുടെ കയ്യിലിരുന്നേനെ. പിന്നീടാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അസം സ്വദേശി ബിറ്റി ഘോഷ്, അയാളുടെ മാനേജർ, പത്തനംതിട്ട സ്വദേശിയായ മറ്റൊരാൾ എന്നിവർ ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഏതായാലും സ്ഥാപനം ഇപ്പോൾ പൂട്ടിയിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശിയുടെ പേര് റോണി എന്നാണ്. ഏതായാലും സ്ഥാപനം പൂട്ടുകയും അതിപ്പോൾ പോലീസ് സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 14 ജില്ലകളിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഫ്രാഞ്ചൈസികൾ വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പ്രാഥമികമായി തന്നെ 16 കോടിക്ക് മേൽ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നു. ഈ സ്ഥാപനത്തിനെതിരെ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ പാലാരിവട്ടത്ത് പ്രിയ ഗ്യാസ് എന്ന പേരിൽ ഗ്യാസിൻ്റെ ഏജൻസി നൽകാമെന്ന് പറഞ്ഞ മറ്റൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിലും 14 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരേ സമയം തന്നെയാണ് സമാനമായ തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത്. മുഖ്യപ്രതി ഇപ്പോൾ അസമിലേക്ക് തട്ടിപ്പ് നടത്തിയ പണവുമായി മുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ തട്ടിപ്പ്, കേരളത്തിൽ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ വലിയൊരു തട്ടിപ്പ് നടത്തിക്കൊണ്ടാണ് മുങ്ങിയിരിക്കുന്നത്. ഇതുവരെ 60 പരാതികളാണ് മുളന്തുരുത്തി സ്റ്റേഷനിൽ മാത്രം എത്തിയിരിക്കുന്നത്. പാലാരിവട്ടത്ത് മറ്റൊരു 14 പരാതികൾ കൂടി എത്തിയിട്ടുണ്ട്. ഏതായാലും തട്ടിപ്പുകാരനെ പിടികൂടണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. കേരളം ഈയിടെ കണ്ട ആടുമാഞ്ചിയം, തേക്ക് തട്ടിപ്പുകളുടെ മാർഗത്തിൽ മറ്റൊരു വലിയ തട്ടിപ്പാണ് കൊറിയർ ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്ത് ഇപ്പോൾ നടന്നിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ.